ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മട്ടന്നൂരിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സനോജ്. നമസ്കാരം. ഏറെ നേരമായി കാത്തിരിക്കുന്നു അറിയാം. ഏതായാലും ആ കാത്തിരിപ്പൊക്കെ അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളുടെ കാത്തിരിപ്പ് തീർന്നു. നല്ല ചിരിയിൽ സനോജേട്ടൻ ഇരിക്കുന്നുണ്ട്. ജയം ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ മട്ടന്നൂരിൽ? ചുവന്ന കരങ്ങളോടെ തൂക്കില്ലേ? ഉറപ്പല്ലേ? എല്ലാം തൂക്കും. കേരളം ആകെ തൂക്കും. നാളെ ഇടതുപക്ഷത്തിന് വലിയ വിജയമുണ്ടാവും. ഇനിയിപ്പോൾ ചില പ്രവചനത്തെല്ലാം അടിസ്ഥാനപ്പെടുത്തി പല വിധത്തിൽ ആഘോഷങ്ങൾ നടത്തുന്നു UDF എന്നൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അവർക്കെല്ലാം വലിയ നിരാശ നാളെ രാവിലെ 8 മണി മുതൽ തന്നെ ഉണ്ടാവേണ്ടി വരും എന്ന് തന്നെയാണ് ഉറപ്പിച്ചും പറയാനുള്ളത്. ശരി, മട്ടന്നൂരിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഞങ്ങൾ വന്നിരുന്നു. സനോജേട്ടൻ്റെ ഒരു റാപ്പിഡ് ഫയർ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അത് വലിയ വൈറലാവുകയും ആളുകൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. എന്താണെങ്കിലും ആ സമയത്ത് വലിയ ആത്മവിശ്വാസം കണ്ടു, ചുറ്റും ഒരു കൂട്ടം ആളുകളെയും കണ്ടു. ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നൊരു കാര്യം, ഈ മട്ടന്നൂരിൽ വിജയത്തിന് പ്രത്യേകിച്ച് വിജയപ്രതീക്ഷയ്ക്ക് യാതൊരു കുറവുമില്ല, വലിയ ആത്മവിശ്വാസമുണ്ട്, യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളത് അറിയാം. പക്ഷേ മട്ടന്നൂരിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് KK ശൈലജ ടീച്ചർ തൊട്ടു മുൻപ് 60,000 വോട്ട് ഭൂരിപക്ഷം പിടിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതൊരു കുറച്ചിലാണ്. അല്ല, ഭൂരിപക്ഷം കുറയുന്ന പ്രശ്നമില്ല. കേരളത്തിലെ മികച്ച ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായത്. ആ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ വിജയിക്കും. മട്ടന്നൂരിൽ മികച്ച വിജയമുണ്ടാവും. മട്ടന്നൂരിൽ മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾ പ്രവചിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ കേരളത്തിലെ ഓരോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഞെട്ടിപ്പിക്കുന്ന വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ ഞങ്ങളെ കൈവിടുന്ന പ്രശ്നമുണ്ടാവില്ല. ഈ 10 വർഷവും ജനങ്ങളുടെ കൂടെ നിന്നു. ജനങ്ങൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലെല്ലാം കൈമൈ മറന്ന് എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ഇടപെടൽ നടത്തി. അതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ നല്ല രൂപത്തിലുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കൂടി നടത്തും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്.